ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി എന്ന തട്ടിക്കൂട്ട് സംഘടനയെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. ക്രിസ്ത്യാനികളായ പ്രേക്ഷകരോടുള്ള കാര്യം ആദ്യം പറയാം. ഒന്നാമത്തെ വീഡിയോയ്ക്ക് കീഴിൽ ധാരാളം ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികളായവർ വന്ന് അവരുടെ ധാർമ്മിക രോഷം കമൻറ്റുകളായി ഇടുകയുണ്ടായി. നിങ്ങളുടെ ധാർമ്മിക രോഷം ഞങ്ങൾക്ക് മനസ്സിലാകും, ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കമൻറ്റുകൾ പലതും ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതായിരുന്നില്ല. സഭ്യമല്ലാത്ത ഭാഷയിലാണ് പലരും കമൻ്റ് ഇട്ടത്. ഇനി വേറെ ചില ആളുകളാണെങ്കിൽ കത്തോലിക്ക സഭയെയും കുറ്റം പറയുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിൻ്റെ പോരാളികൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞങ്ങൾ ആരംഭിച്ചത് കത്തോലിക്കരും യാക്കോബായക്കാരും മർത്തോമക്കാരും CSIക്കാരും പെന്തക്കോസ്തുകാരും ലോക്കൽ ചർച്ചുകാരും ബ്രദറൻകാരും ഇങ്ങനെ ഒരുമാതിരി ക്രൈസ്തവ സഭാ വിഭാഗത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സഭയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ചേർന്നിട്ടല്ല, എല്ലാ സഭാ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയ്ക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞങ്ങൾ അന്നേ തീരുമാനിച്ചിട്ടുള്ളതാണ്. ദൈവകൃപയാൽ ഇന്നുവരെ ആ തീരുമാനത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനലിൽ വന്ന വീഡിയോയ്ക്ക് കീഴിൽ ഒരു ക്രിസ്ത്യൻ സഭയെയും അതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾക്കാരെയും ചീത്ത വിളിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഒരു വിധത്തിലും യോജിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, വിൻസെൻ്റ് കുണ്ടുകുളവും തോമസ് തറയിലും സെബാസ്റ്റ്യൻ പൈനാടത്തും ജോസ് വള്ളിക്കാട്ടുമൊക്കെ ചെയ്ത കാര്യങ്ങൾക്ക് കത്തോലിക്ക സഭയെ കുറ്റം പറയുന്നതിലും അർത്ഥമില്ല. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് അറിയിക്കേണ്ടത് KCBC ആണ്. അതവർ അറിയിച്ചിട്ടുണ്ട്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആരാധിക്കുന്നത് ഒരേ ദൈവത്തെ അല്ലെന്നും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശുവും മുസ്ലിങ്ങൾ പറയുന്ന ഈസയും ഒരാളല്ലെന്നും ബൈബിളിലുള്ള അബ്രഹാമും ഖുർആനിലെ ഇബ്രാഹീമും ഒരാളല്ലെന്നും ബൈബിളിലെ മറിയ അല്ല ഖുർആനിലെ മറിയം എന്നും വ്യക്തമാക്കിക്കൊണ്ട് KCBC വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുന്നത് അതാണ്. അതിന് വിരോധമായി കേരളത്തിലെ ഏതെങ്കിലും കത്തോലിക്ക പുരോഹിതർ ഇമാമുകളുമായി കൂട്ടുചേർന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആരാധിക്കുന്നത് ഒരേ ദൈവത്തെയാണ്, രണ്ടു കൂട്ടർക്കും അബ്രഹാമ്യ പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറ്റപ്പെടുത്തേണ്ടത് അവരെയാണ്, അത് ചെയ്ത ആൾക്കാരെയാണ്, അല്ലാതെ കേരളത്തിലെ കത്തോലിക്ക സഭയെ മുഴുവനും അല്ല. അതുപോലെ ചിലർ വന്ന് കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇവരുടെ ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നപ്പോൾ അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണം, ഹലാൽ അടക്കമുള്ള മറ്റു വീഡിയോകൾ തൽക്കാലം മാറ്റിവെച്ചിട്ടായാലും ഇതിനുള്ള മറുപടിയാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചവരിൽ കത്തോലിക്ക പുരോഹിതന്മാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ കത്തോലിക്ക പുരോഹിതരെ അടച്ചാക്ഷേപിക്കുന്നതും അർത്ഥരഹിതമായ കാര്യമാണ്. കാര്യങ്ങളെ നമ്മൾ വൈകാരികമായി വിലയിരുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല, വസ്തുനിഷ്ഠമായി വിലയിരുത്തണം. അതുകൊണ്ട് കമൻസ് ഇടുമ്പോൾ നിങ്ങളുടെ വിഷമവും ധാർമ്മിക രോഷവും തീർക്കാൻ വേണ്ടി കമൻ്റ് ഇടാതെ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കമൻ്റ് ഇടണം എന്നപേക്ഷിക്കുകയാണ്. അതും സഭ്യമായ ഭാഷയിൽ കമൻ്റ് ഇടണം. കുറേ കമൻസുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാകരുത്. കാരണം ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡുണ്ട്, ഒരു നിലവാരമുണ്ട്. ആ നിലവാരം കീപ്പ് ചെയ്യണം നമ്മൾ. രണ്ടാമത്തെ കാര്യം, അതെല്ലാവരോടും കൂടിയായിട്ടാണ് പറയുന്നത്, എന്തുകൊണ്ട് ഇസ്ലാമിനെതിരെ മാത്രം വീഡിയോ ചെയ്യുന്നു, സംഘപരിവാറിനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാത്തത്? UPയിൽ കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായ അതിക്രമത്തെക്കുറിച്ച് നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചില കമൻറ്റുകൾ കണ്ടു. ഒരുപക്ഷെ പരസ്യമായി കമൻ്റ് ഇട്ടില്ലെങ്കിലും ഈ ചിന്ത മനസ്സിലുള്ള വേറെ ആരെങ്കിലും കൂടി ഉണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിനൊരു മറുപടി പറയേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ മതരാഷ്ട്രവാദത്തെ എതിർക്കുന്നവരാണ്. അത് ഇസ്ലാം മതരാഷ്ട്രവാദമായാലും ഹിന്ദു മതരാഷ്ട്രവാദമായാലും ഞങ്ങൾ എതിർക്കുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് ചാനലിൽ ഹിന്ദു മതരാഷ്ട്രവാദത്തെ എതിർക്കാത്തത്? അതിൻ്റെ കാരണം പറയാം. സംഘപരിവാർ എന്തെങ്കിലും അക്രമം നടത്തിയാൽ അതിനെ എതിർക്കാനും അപലപിക്കാനും ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും
മാത്രമല്ല ഹിന്ദുക്കൾ വരെ അതിനെതിർത്തുകൊണ്ട് സംസാരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനെതിരെ വീഡിയോ ചെയ്തില്ല എന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. ഖുർആനും ഹദീസും അർത്ഥമറിഞ്ഞ് പഠിച്ചവർ അവർ ഈ മുഹമ്മദും സ്വഹാബിമാരും കാണിച്ചു കൊടുത്ത മാതൃകയനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ അപലപിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് പോട്ടെ, ഒരു ചെറിയ വാർത്ത എന്ന രീതിയിൽ പോലും ആ ക്രൂരകൃത്യങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആരും റിപ്പോർട്ട് ചെയ്യുന്നത് പോലുമില്ല. അതാണ് സ്ഥിതി. വാർത്തയായിട്ട് നമ്മൾ അറിഞ്ഞെങ്കിലല്ലേ അപലപിക്കാനും എതിർക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. വാർത്ത നമ്മളെ അറിയിക്കാൻ പോലും തയ്യാറില്ലാത്ത ടീമുകളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അതിനുള്ളൊരു സാഹചര്യം, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആ വിധത്തിലാണുള്ളത്. സംഘപരിവാറിനെതിരെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വഴികളുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ട നിങ്ങളതറിയാൻ. സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന അച്ഛന്മാരെയും ബിഷപ്പുമാരെയും പാസ്റ്റർമാരെയും സുവിശേഷന്മാരെയും അതല്ല സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികളെയും നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കിട്ടും. എന്നാൽ അടിമുടി ക്രൈസ്തവ വിദ്വേഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐഡിയോളജിയുമായി ജീവിക്കുന്ന ഇസ്ലാം മതസ്ഥർ ക്രിസ്ത്യാനികൾക്കെതിരെ ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച് സംസാരിക്കുന്ന എത്ര അച്ഛന്മാരെ, എത്ര ബിഷപ്പുമാരെ, എത്ര പാസ്റ്റർമാരെ, എത്ര സുവിശേഷന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഈ കേരളത്തിൽ മൊത്തം നമ്മൾ നോക്കിയാൽ പോലും ഒരു കയ്യിലെ വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കാനുള്ള അത്ര ആളുകൾ പോലും ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളും മിണ്ടാതിരുന്നാൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. ഈ വിഷയം നിങ്ങൾ അറിയാൻ ഒട്ടും സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ ചാനലിൽ ഞങ്ങൾ ഇസ്ലാം വിഷയത്തിൽ മാത്രം സംസാരിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇനിയും അത്തരം ഡയലോഗുമായി ഇങ്ങോട്ട് വരണ്ട. വെറുതെ കമൻ്റ് എഴുതി നിങ്ങളുടെ സമയം കളയാൻ നിൽക്കണ്ട. സംഘപരിവാർ വിമർശനം മാത്രം നടത്തുന്ന ആരോടെങ്കിലും നിങ്ങൾ പോയി എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളെന്നാണ് ഇസ്ലാം ഭീകരതയെക്കുറിച്ച് ഒന്നും പറയാതെ സംഘപരിവാർ ഭീകരതയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരാളും ചോദിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. അത് ചോദിക്കാത്ത നിങ്ങൾക്ക് പിന്നെ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കാനുള്ള ധാർമ്മിക യോഗ്യതയുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഇത്രയും പറഞ്ഞ് ഞാനത് വിടുന്നു. ഏതായാലും നമുക്കിനി വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഫാദർ എസ് പൈനാടത്ത് എസ്.ജെ, ഇമാം ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ഫാദർ തോമസ് തറയിൽ, ഇമാം MP ഫൈസി അസ്ഹരി, ഫാദർ വിൻസെൻ്റ് കുണ്ടുകുളം എന്നീ 3 ക്രിസ്ത്യൻ പുരോഹിതന്മാരും 2 മുസ്ലിം ഇമാമുമാരും ചേർന്നുള്ള സംയുക്ത പ്രസ്താവനയുടെ പൊള്ളത്തരങ്ങളാണ് നാം വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ഈ സംയുക്ത പ്രസ്താവന പുറത്തിറങ്ങിയതിന് ശേഷം ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ള ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ചിലർ ഫോൺ ചെയ്തതിൻ്റെ ശബ്ദരേഖ ഞാൻ കേട്ടിരുന്നു. ഈ പ്രസ്താവനയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ചില പുരോഹിതന്മാർ പറയുന്നൊരു ന്യായീകരണം കഴിഞ്ഞതിന് മുമ്പത്തെ മാസം ഇറാഖിൽ മാർപ്പാപ്പ സന്ദർശനം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ തങ്ങൾ ആ സംയുക്ത പ്രസ്താവനയിലും നടത്തിയിട്ടുള്ളൂ എന്നാണ്. ഈ ന്യായീകരണം ഒരു തട്ടിപ്പാണ്. കാരണം പോപ്പ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ തലവൻ മാത്രമല്ല, വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിൻ്റെ തലവനും കൂടിയാണ്. അദ്ദേഹം മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിലെ സർക്കാർ അദ്ദേഹത്തെ ഒരു മതനേതാവായി മാത്രമല്ല അതിലുമുപരി ഒരു രാഷ്ട്രത്തലവനായിട്ടാണ് സ്വീകരിക്കുന്നത്. ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രം സന്ദർശിക്കുമ്പോഴുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് അദ്ദേഹത്തിന് സ്വീകരണവും സുരക്ഷയും ഒക്കെ ആ രാജ്യം ഒരുക്കുന്നത്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഡോഗ്മാറ്റിക് ആയിട്ടായിരിക്കില്ല, ഉപദേശപരമായ കാര്യങ്ങളായിരിക്കില്ല, മറിച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കും. അതായത് നയതന്ത്രപരമായിട്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുക. ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ നയതന്ത്രപരമായി അങ്ങനെയേ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അക്കാര്യം അറിയാത്തവരൊന്നുമല്ല ഈ അച്ഛന്മാർ. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് പോപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കത്തോലിക്ക വിശ്വാസികളായ സാധാരണക്കാർക്ക് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൊടുക്കേണ്ടത് പ്രാദേശിക മെത്രാൻ സമിതിയാണ്. അതായത് ഓരോ പ്രദേശത്തെ മെത്രാൻ സമിതികളാണ്. കേരളത്തിൽ അത് KCBC ആണ്, കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ. KCBC നല്ല വൃത്തിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒന്നല്ല, രണ്ടാണ്. ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമുമായി ആത്മീയ തലത്തിൽ ഒരു ബന്ധവുമില്ല. ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവമല്ല ഇസ്ലാമിലെ അള്ളാഹു എന്നൊക്കെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അവർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. കേരളത്തിലെ മെത്രാ സമിതിയുടെ ഈ വിശദീകരണത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഏതൊരു കത്തോലിക്കനും ചെയ്യേണ്ടത്. പക്ഷേ KCBCയുടെ വ്യാഖ്യാനത്തെ ധിക്കരിച്ചുകൊണ്ട് ഈ 3 പേർ, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും സഹോദര സമൂഹങ്ങളാണ്, ഒരേ ദൈവത്തിലാണ് 2 കൂട്ടരും വിശ്വസിക്കുന്നത്, അബ്രഹാമിൻ്റെ പൈതൃകം 2 കൂട്ടർക്കുമുണ്ട്, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒരേ ആത്മീയ കുടുംബത്തിൽ ഉൾപ്പെടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ KCBCയുടെ നിലപാടിനെ അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല.
ഡോഗ്മാറ്റിക്കായി സംസാരിക്കുന്നതും ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരൊന്നുമല്ല ഈ മൂന്നച്ചന്മാരും. എന്നിട്ടും അവർ KCBCയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയും അതിനെക്കുറിച്ച് ഫോൺ വിളിച്ച് അന്വേഷിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇവർ ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലെ ഓരോ വാചകവും തലനാരിഴ കീറി പരിശോധിക്കേണ്ടതാണെന്ന്. ഈ വീഡിയോ മുതൽ ഞങ്ങളത് ആരംഭിക്കുകയാണ്. അതിൻ്റെ തലക്കെട്ട് സംയുക്ത പ്രസ്താവന ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദം ശക്തിപ്പെടുത്തുക എന്നാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ തലക്കെട്ട് മാത്രം പരിശോധിക്കാം. അത് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ, ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ആ തലക്കെട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സംയുക്തം എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം ലയിച്ചു ചേർന്നത് അല്ലെങ്കിൽ കൂടിച്ചേർന്നതെന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രമാണങ്ങൾ അനുസരിച്ച് ഇസ്ലാമിന് ക്രിസ്ത്യാനിറ്റിയുമായോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമുമായോ കൂടിച്ചേരാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മുസ്ലിമുമായോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിയുമായോ സൗഹൃദം ഉണ്ടാകാം. അത് മനുഷ്യർ എന്ന നിലയ്ക്കാണ്, അല്ലാതെ മതവിശ്വാസികൾ എന്ന നിലയ്ക്കല്ല. ഇതിൽ തെറ്റൊന്നുമില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ, അത് ഏത് മതക്കാരും ആകട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നത്, അവർ കൂടിച്ചേരുന്നത്, അതൊന്നും ഒരു തെറ്റല്ല. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അത് അങ്ങനെയുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചു വീണു എന്ന തൻ്റേതല്ലാത്ത കുറ്റത്തിന് ഒരാളെ വെറുക്കാൻ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമല്ലാത്ത മതത്തിൽ ജനിച്ചു വീണ കുറ്റത്തിന് അമുസ്ലിങ്ങളെ വെറുക്കാൻ പറയുന്ന അള്ളാഹുവിനെ പോലെയുള്ള ഒരു ഗോത്ര ദൈവമല്ല ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന സ്രഷ്ടാവായ ദൈവം. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങളാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച മുസ്ലിങ്ങളോട് എനിക്ക് സഹതാപമല്ലാതെ വേറെ ശത്രുതയൊന്നുമില്ല. ഇസ്ലാമിലേക്ക് മതം മാറിയവരോട് എനിക്ക് സഹതാപമൊന്നുമില്ല. അവരത് അർഹിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് കുഴി ചെന്ന് ചാടിയവരോട് നമുക്ക് എന്ത് സഹതാപം ഉണ്ടാവാനാണ്? അവരത് അർഹിക്കുന്നില്ല. അവരെ വിട്. ഞാൻ പറഞ്ഞത് ഇസ്ലാം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വീണ മുസ്ലിങ്ങളുടെ കാര്യമാണ്. അവർ അറിയാതെ ആ കെണിയിൽ പെട്ടുപോയിരിക്കുന്നതാണ്. അവരോട് സഹതാപമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് നമുക്ക് സൗഹൃദമുണ്ടാകാൻ മതം ഏതാണെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവനെ മുസ്ലിം എന്ന് വിളിക്കുന്നു. അത് വ്യക്തിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് വ്യക്തിയല്ല, ഐഡിയോളജിയാണ്. മുസ്ലിം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ പിന്തുടരുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ്. അതായത് അതൊരു ഐഡിയോളജി അല്ല, അതൊരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നതാണ്. ക്രിസ്ത്യൻ എന്ന് ഇംഗ്ലീഷിലും ക്രിസ്ത്യാനി എന്ന് മലയാളത്തിലും വിളിക്കുന്നത് വ്യക്തിയെയാണ്, അല്ലാതെ ഒരു ഐഡിയോളജിയെ അല്ല. ഐഡിയോളജി എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി സൗഹൃദ സമിതി എന്നല്ല, ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളും ഇസ്ലാം എന്ന ഐഡിയോളജിയും തമ്മിലുള്ള സൗഹൃദത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്ലാം എന്ന ഐഡിയോളജി ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനിറ്റിയെയും വെറുക്കാൻ അതിൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്ന ഐഡിയോളജിയാണ്. അങ്ങനെയുള്ള ഒരു ഐഡിയോളജിക്ക് എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയുമായി കൂടിച്ചേരാൻ സാധിക്കുന്നത്? ക്രിസ്ത്യാനിയുമായി സൗഹൃദം പുലർത്തരുതെന്ന് അനുശാസിക്കുന്ന ഐഡിയോളജിയുമായി ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് കൂടിച്ചേരാൻ കഴിയുക? ഇരുമ്പും കളിമണ്ണും പോലെ, മോരും മുതിരയും പോലെ ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേരുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദം ശക്തിപ്പെടുത്തുക എന്ന സംയുക്ത പ്രസ്താവനയുടെ തലക്കെട്ട് തന്നെ വെറും ഉഡായിപ്പാണ് എന്നർത്ഥം. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ എന്നെങ്കിലും സൗഹൃദം ഉണ്ടായിട്ടുണ്ടോ? ചരിത്രം പരിശോധിച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത. ഇസ്ലാം എന്ന ഐഡിയോളജി പിശാച് രൂപപ്പെടുത്തിയത് തന്നെ ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനായ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള ഭാഗത്ത് അത് കാണാൻ ഞാനത് വായിക്കാം. നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ. ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചിൻ്റെ കെണിയിലകപ്പെട്ട് പാപികളായി തീർന്ന മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടി സ്രഷ്ടാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കിയ പദ്ധതിയാണ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം. മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി യേശുക്രിസ്തു പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കന്യകയിൽ നിന്ന് പാപരഹിതനായി ജനിക്കുകയും പാപം ചെയ്യാതെയും പാപം അറിയാതെയും പാപമില്ലാതെയും ജീവിക്കുകയും
അവസാനം മനുഷ്യവംശത്തിൻ്റെ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കുരിശിൽ യാഗമായി തീരുകയും കല്ലറയിൽ അടക്കപ്പെട്ട് 3 ദിവസത്തിന് ശേഷം മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതോടെ മനുഷ്യവർഗത്തിന് രക്ഷയുടെ മാർഗം തുറന്നു കിട്ടി. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ജെറുസലേമിൽ യേശുക്രിസ്തു തൻ്റെ സഭ സ്ഥാപിച്ചു. അന്നു മുതൽ ഇന്നുവരെ സഭയെ തകർക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെ ചരിത്രം നാം നോക്കിയാൽ 1-ാം നൂറ്റാണ്ട് മുതലേ പീഡനത്തിലൂടെ സഭയെ ഇല്ലാതാക്കാനാണ് പിശാച് ആദ്യം ശ്രമിച്ചത് എന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം യഹൂദന്മാരെയും പിന്നീട് റോമാക്കാരെയും സാത്താൻ ഉപയോഗിച്ചു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. റോമാക്കാർ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളെ കൊന്നു മുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മറുഭാഗത്ത് സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളാകുന്നവർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അറുക്കുവാനുള്ള ആടുകളെപ്പോലെ അവർ കൊലക്കളത്തിലേക്ക് നീങ്ങി. പലയിടത്തും ക്രിസ്ത്യാനികളുടെ മേൽ വധശിക്ഷ നടപ്പാക്കിയവർ പോലും ക്രിസ്ത്യാനികളായി മാറി കൊല്ലപ്പെടാൻ നിന്നുകൊടുത്തിരുന്നതായിട്ട് സഭാചരിത്രം പറയുന്നുണ്ട്. പീഡനം കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സാത്താൻ അടുത്ത തന്ത്രം പ്രയോഗിച്ചു. എന്താണ്? സഭയിലെ ഉത്തരവാദപ്പെട്ടവരെ വഴിതെറ്റിച്ച് കളയുക എന്നതായിരുന്നു ആ തന്ത്രം. അറിയൂസും മർസ്യോനുമൊക്കെ ആ കെണിയിൽ വീണവരാണ്. പക്ഷെ അതുകൊണ്ടും കാര്യമുണ്ടായില്ല. അറിയൂസിനെ പോലെയുള്ള വേദവിപരീതികളെ ഖണ്ഡിക്കാൻ സഭാപിതാക്കന്മാർ ഉണ്ടായിരുന്നു. അങ്ങനെ 5 നൂറ്റാണ്ടുകളോളം സഭയെ തകർക്കാൻ പല വഴിയും നോക്കി പരാജയപ്പെട്ട പിശാചിന് കിട്ടിയ നല്ലൊരു ആയുധമായിരുന്നു മുഹമ്മദ്. മുഹമ്മദിലൂടെ പിശാച് മറ്റൊരു യേശുവിനെ ഉണ്ടാക്കി, മറ്റൊരു സുവിശേഷവും ഉണ്ടാക്കി. ഇങ്ങനെ സംഭവിക്കുമെന്നതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശദീകരിച്ചത്. നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ആ ഭാഗമാണ്. ബൈബിളിലെ യേശുക്രിസ്തുവിന് ബദലായി ഈസാ നബി എന്ന മറ്റൊരു കഥാപാത്രത്തെ പിശാചും മുഹമ്മദും ചേർന്ന് ഉണ്ടാക്കി. ഈ ഈസാ നബി എന്ന സാങ്കല്പിക കഥാപാത്രം അള്ളാഹുവിൻ്റെ വചനമാണ്, കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്, പാപം ചെയ്യാത്തവനാണ്, അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളവനാണ്, അള്ളാഹുവിൻ്റെ ദൂത് ജനങ്ങളോട് അറിയിച്ചിട്ടുള്ളവനാണ്, ഇനി വീണ്ടും വരുന്നവനുമാണ്. മനസ്സിലായോ? ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ബൈബിളിലെ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലേ ഈ പറഞ്ഞിരിക്കുന്നതെന്ന്. അത്രയ്ക്ക് സാമ്യമുണ്ട്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞുള്ളതുപോലെ സാമ്യമല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. സാമ്യമല്ല, വൈരുദ്ധ്യങ്ങളുണ്ടോ, വ്യത്യാസങ്ങളുണ്ടോ, അതാ പരിശോധിക്കേണ്ടത്, സാമ്യങ്ങളല്ല. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഖുർആനിലെ ഈസാ നബി ദൈവപുത്രനല്ല. അത് ഇസ്ലാം നിഷേധിക്കുന്നു. മാത്രമല്ല ഖുർആനിലെ ഈസാ നബി ഒരു കാര്യം ചെയ്തിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തിട്ടില്ല. ധാരാളം കാര്യങ്ങൾ ബൈബിളിലെ യേശുക്രിസ്തു ചെയ്തതായ ധാരാളം കാര്യങ്ങൾ ഖുർആനിലെ ഈസാ നബി ചെയ്തതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അത് ചെയ്തതായിട്ട് പറയുന്നില്ല. അതെന്താണെന്നറിയാമോ? ഈസാ നബി കുരിശിൽ മരിച്ചിട്ടില്ല. മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഖുർആനിലെ ഈസാ നബി കുരിശിൽ മരിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. യേശുക്രിസ്തു മരിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യവർഗത്തിന് യേശുക്രിസ്തുവിനെ കൊണ്ട് എന്ത് ആത്മീയ പ്രയോജനമാണുള്ളത്? ബൈബിൾ അനുസരിച്ച് ഒരു മനുഷ്യന് പാപമോചനം ലഭിക്കുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശ്വസിക്കുന്നതിലൂടെ അല്ല, യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് വിശ്വസിക്കുന്നതിലൂടെ അല്ല, യേശുക്രിസ്തു പാപം ചെയ്യാത്തവനായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ല, യേശുക്രിസ്തു അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നതിലൂടെ അല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനങ്ങളെ ഉപദേശിച്ചു എന്നതിലൂടെയല്ല, യേശുക്രിസ്തു വീണ്ടും വരുന്നതിലൂടെയുമല്ല. പിന്നെന്തിലാണ്? യേശുക്രിസ്തു എൻ്റെ പാപമേറ്റെടുത്ത് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ വിശ്വസിക്കുന്നതിലൂടെയാണ്. തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ അയാൾ കർത്താവായി സ്വീകരിക്കുന്നതിലൂടെയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആത്മരക്ഷ ലഭിക്കുന്നതെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യേശുക്രിസ്തു വേറെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഒരാൾക്കും, എനിക്ക് നല്ല ഒരാൾക്കും യേശുക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതറിയാവുന്നത് കൊണ്ട് പിശാച് താൻ ഉണ്ടാക്കിയ ഈസാ നബി എന്ന സാങ്കല്പിക കഥാപാത്രത്തിൽ നിന്നും ഈ ഒരു കാര്യം അങ്ങ് ഒഴിവാക്കി. മനസ്സിലായോ? ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈസാ നബി എന്ന സാങ്കല്പിക കഥാപാത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ചെയ്തതായിട്ട് ഈസാ നബി എന്ന് യേശുക്രിസ്തു ചെയ്തതുപോലെ തന്നെ ഈസാ നബി ചെയ്തതായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യന് ആത്മരക്ഷ കിട്ടാൻ,
അല്ലെങ്കിൽ പാപമോചനം ലഭിക്കാൻ അവൻ എന്തിലാണോ വിശ്വസിക്കേണ്ടത് ആ കാര്യം എടുത്തു കളഞ്ഞുകൊണ്ട് യേശുവിനെ പോലെയുള്ള ഒരു സാങ്കല്പിക കഥാപാത്രത്തെ, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു യേശുവിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ വ്യാജ യേശുവിൻ്റെ മരണം ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റൊരു സുവിശേഷവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. അതിന് ഇഞ്ചീൽ എന്ന് പേര് വിളിക്കുന്നു. അവർ ഇഞ്ചീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈസാ നബി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നെ ആരാധിക്കരുത്, എൻ്റെ മാതാവിനെ ആരാധിക്കരുത് എന്നൊക്കെ ഈസാ നബി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇഞ്ചീൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവരിപ്പോൾ നടക്കുന്നത്. എന്നിട്ട് പറയും ആ ഇഞ്ചീലാണ് ശരി. ബൈബിളിലുള്ള യഥാർത്ഥ സുവിശേഷം ഉണ്ടല്ലോ, നമ്മളോടൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച ആ യഥാർത്ഥ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം, അത് തെറ്റാണ്, ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് അനുയായികളെ കൊണ്ട് ലോകം മുഴുവൻ പിശാച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ക്രിസ്ത്യാനികളുമായി കൂട്ടുകൂടരുതെന്നും ക്രിസ്ത്യാനികളെ കൊല്ലണമെന്നും അവൻ്റെ പ്രവാചകനിലൂടെ അവൻ പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ സമയം ആശയതലത്തിലുള്ള ആക്രമണവും ശാരീരികമായ ആക്രമണവും അവൻ ക്രിസ്ത്യാനിറ്റിക്കെതിരെ നടത്തുന്നു. അതിനുവേണ്ടി, സഭയെ തകർക്കാൻ വേണ്ടി അവൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. സഭയെ തകർക്കാൻ വേണ്ടി പിശാച് ശാരീരികമായ ആക്രമണം റോമാക്കാരിലൂടെ നടത്തി, വിജയം കണ്ടില്ല. സഭയെ തകർക്കാൻ വേണ്ടി ആശയപരമായ ആക്രമണം സെൽസസിനെ പോലുള്ള ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കൊണ്ടും ലാറ്റിൻ ഫിലോസഫേഴ്സിനെ കൊണ്ടും പിന്നെ മാർസിയോനെയും അറിയൂസിനെയും പോലെയുള്ള ക്രിസ്ത്യാനികളെ കൊണ്ടും അവൻ നടത്തി. പക്ഷെ വിജയം കണ്ടില്ല. അതുകൊണ്ടാണ് അവൻ 7-ാം നൂറ്റാണ്ടിൽ ആശയപരമായും ശാരീരികമായും ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഒരു ഐഡിയോളജിയെ ഉണ്ടാക്കിയെടുത്തത്. ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ ശാരീരികമായ ആക്രമണത്തിലൂടെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കുന്നു. ഇസ്ലാം ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ ആശയതലത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ പിശാച് ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ജീവനിൽ കൊതിയുള്ള ക്രിസ്ത്യാനികളെ കഴുത്തിൽ വാള് വെച്ചും വാളിൻ്റെ മുമ്പിലും വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ക്രിസ്ത്യാനികളെ ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നുള്ള നുണയിലൂടെയും യേശു ദൈവമല്ല എന്ന വ്യാജത്തിലൂടെയും യേശു മരിച്ചിട്ടില്ല എന്നുള്ള ആ നുണയിലൂടെയുമൊക്കെ അവൻ വഴിതെറ്റിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറ്റി മുസ്ലിമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മുൻ കണ്ടുകൊണ്ടാണ് പ്രവചനാത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. സർപ്പം ഹൗവയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ, പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണേ, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. 2 കൊരിന്തോസ് 11-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഗലാത്യ ലേഖനത്തിലും ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ചിലർ പ്രസംഗിക്കും, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷവുമായി ചിലർ വരും, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവ് അതിൻ്റെ പുറകിലുണ്ടായിരിക്കും. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ആ മറ്റൊരു യേശുവിനെയും മറ്റൊരു സുവിശേഷത്തെയും നിങ്ങൾ വിശ്വസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങളതിന് കീഴടങ്ങി കൊടുക്കേണ്ടി വരും. ഈ മറ്റൊരു യേശുവും മറ്റൊരു സുവിശേഷവും കൊണ്ടുവരുന്നത് സ്വർഗത്തിൽ നിന്നുള്ളൊരു ദൂതൻ തന്നെയായിരിക്കുമെന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ സ്വർഗത്തിൽ നിന്നുള്ള ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ ദൂതനാണ്, ദൈവത്തിൻ്റെ ദൂതനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന്. അതായത് അസംഭവ്യമായൊരു കാര്യം സംഭവിക്കുക. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുള്ളൂ ഞങ്ങൾ തന്നെ വന്ന് പ്രസംഗിച്ചാലും എന്ന് പറയുന്നത് അത് നടക്കുകയില്ല. അതുപോലെ സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്ന് പ്രസംഗിച്ചാലും എന്ന് പറയുമ്പോൾ അത് നടക്കാത്ത കാര്യം ആ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചതെന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ അതിനെക്കുറിച്ചല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ വഴിതെറ്റിപ്പോയതായിട്ട്, അവർ ഈ ഗ്നോസിസത്തിൻ്റെയൊക്കെ പുറകെ പോയതായിട്ട്, മായാവാദത്തിൻ്റെയൊക്കെ പുറകെ പോയതായിട്ട് സഭാചരിത്രത്തിൽ നമുക്ക് കാണാം.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷം ഈ മായാവാദക്കാരും അതുപോലെ ജ്ഞാനവാദക്കാരൊക്കെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു കാലത്ത് അപ്പോസ്തലന്മാരോട് കൂടെ ഉണ്ടാവുകയും പിന്നെ ഈ കെണിയിൽ പിശാചിൻ്റെ ഈ കെണിയിൽപ്പെട്ട് ഈ ജ്ഞാനവാദത്തിലും മായാവാദത്തിലും അങ്ങനെയുള്ള ഇതിലൊക്കെ പോയിട്ട് പാഷാണ്ഡ ക്രിസ്ത്യാനികളായി മാറിയവർ അവർ വന്ന് വേറെ സുവിശേഷം ഉപദേശിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് തങ്ങളുടെ കൂടെ ഉള്ളവരെയാണ്, അല്ലാണ്ട് പൗലോസിനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല അത്. അപ്പോൾ അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് സ്വീകരിക്കരുത്, അതിൻ്റെ പുറകിലുള്ളത് മറ്റൊരു ആത്മാവാണ്, അതായത് പിശാചാണ് അതിൻ്റെ പുറകിലുള്ളതെന്നാണ് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ നിന്നുള്ളൊരു ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തർത്ഥത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മുകളിലുള്ള ആകാശം എന്നുള്ള അർത്ഥത്തിലാണ്. അത് നക്ഷത്രമണ്ഡലമാകാം, അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലമാകാം, അങ്ങനെയുള്ളതാകാം, അല്ലെങ്കിൽ ശൂന്യാകാശമാകാം, ഏതോ ആ ഏരിയനാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവം വസിക്കുന്ന സ്വർഗം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ സ്വർഗം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഉറാനോ എന്ന ഗ്രീക്ക് വാക്കാണ്. ആ വാക്കിന് അന്തരീക്ഷ മണ്ഡലമെന്നും ആകാശമണ്ഡലമെന്നും നക്ഷത്രമണ്ഡലമെന്നും കൂടി അർത്ഥമുണ്ട്. സ്വർഗം എന്നുള്ള അർത്ഥമുണ്ട്, ദൈവം വസിക്കുന്ന സ്വർഗം എന്നുള്ള അർത്ഥമുണ്ട്, അതില്ലെന്നല്ല. എന്നാൽ ഈ അർത്ഥങ്ങളും കൂടിയുണ്ട്. അതായത് നമ്മൾ തല ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് ദൃശ്യമായിരിക്കുന്ന നക്ഷത്രമണ്ഡലം വരെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളെ കുറിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ നിന്നും ലൂസിഫറിനോടൊപ്പം താഴോട്ട് വീണുപോയ ആത്മരൂപികളായ ദൂതന്മാർ വസിക്കുന്നത് ആകാശമണ്ഡലത്തിലാണ്. അത് മനസ്സിലാക്കാൻ പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതിയിരിക്കുന്ന വേറെ ഒരു വാക്യം നോക്കാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എഫെസോസ് 6:12. അപ്പോൾ സ്വർഗീയ ഇടങ്ങളിൽ തിന്മയുടെ ദുരാത്മാക്കൾ വർത്തിക്കുന്നുണ്ടെന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഇത് ദൈവം വസിക്കുന്ന മൂന്നാം സ്വർഗം എന്ന അർത്ഥത്തിലല്ല, ആകാശമണ്ഡലത്തെ ഉദ്ദേശിച്ചാണ്. ദൈവത്തോട് മത്സരിക്കുന്ന പിശാചോ അല്ലെങ്കിൽ അവൻ്റെ ദൂതന്മാരിൽ ഒരുവനോ വന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുകയും അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ക്രിസ്തുവിനെതിരായി മറ്റൊരു ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലൂടെയും ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെയും ക്രിസ്ത്യാനികളായ നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ഇസ്ലാമിക പ്രമാണഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് മുഹമ്മദിൻ്റെ അടുക്കലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ എന്ന ഒരു ആത്മാവ് വരുന്നതായിട്ടാണ്. സ്വർഗത്തിൽ നിന്നാണ് വരുന്നതെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ആ ആത്മാവ് മുഹമ്മദിലൂടെ മറ്റൊരു യേശുവിനെ അവതരിപ്പിക്കുകയാണ്. കന്യകയിൽ നിന്ന് ജനിച്ച അള്ളാഹുവിൻ്റെ വചനമായ, പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, അത്ഭുതങ്ങൾ ചെയ്ത ഒരു യേശു. ആ യേശു ദൈവപുത്രനല്ല, അള്ളാഹുവിൻ്റെ അടിമയായ ഒരു പ്രവാചകൻ മാത്രമാണ്. ആ യേശു കുരിശിൽ മരിച്ചിട്ടില്ല. ആ യേശു മനുഷ്യർക്ക് പാപമോചനം കൊടുക്കാൻ കഴിവില്ലാത്തവനാണ്. അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. ആ യേശു പറയുന്ന സുവിശേഷം എന്താണ്? അത് അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷമല്ല. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയായ വെറും ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ബൈബിളിലെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും രക്ഷാകര പദ്ധതിയായ കുരിശുമരണവും നിഷേധിച്ചുകൊണ്ടുള്ള സുവിശേഷമാണ് അത്. ഇതാണ് ഖുർആനിലെ ഈസാ നബി പറയുന്ന സുവിശേഷം. ഇതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത സുവിശേഷമെന്ന്, ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത യേശു എന്ന്. അപ്പം അങ്ങനെയുള്ള സുവിശേഷം ആകാശത്ത് നിന്ന് ഒരു ദൂതൻ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ശപിക്കപ്പെട്ട ദൂതനാണ് എന്ന്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടുള്ള സുവിശേഷത്തിന് വിരോധമായി മറ്റൊരു സുവിശേഷം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് ഭൂമിയിലുള്ള ഏതെങ്കിലും ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂതനെ നിങ്ങൾ വിശ്വസിക്കരുത്. അവൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ശപിക്കപ്പെട്ട ദൂതനാണ്, ഇത് പിശാചിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഒന്നുകിൽ ഇത് പിശാച് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ പിശാചിൻ്റെ ദൂതഗണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരുവനാകാം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. ഇത്ര വ്യക്തമായി പൗലോസ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലനോട് ഇത്ര വിരോധം. എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും പൗലോസ് അപ്പോസ്തലനെ ഇവർ തെറി വിളിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം ഇതാണ്. മറ്റ് അപ്പോസ്തലന്മാരാരും ഇത്ര കൃത്യമായിട്ട് ഇസ്ലാമിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മറ്റ് യോഹന്നാനടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടില്ലെന്നല്ല, പക്ഷേ
എത്ര വ്യക്തമായിട്ട് നമുക്ക് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിച്ചാൽ, അതായത് ഒരു വശത്ത് നമ്മൾ ബൈബിളും മറുവശത്ത് ഹദീസുകളും വെച്ചുകൊണ്ട് എങ്ങനെയാണ് മുഹമ്മദിന് ഈ റെവലേഷൻ കിട്ടിയത് എന്നുള്ള കാര്യം, ഇത് രണ്ടും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ, പിന്നെ ഖുർആനകത്തുള്ള ഈസാ നബിയെ അതും പഠിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പൗലോസ് അപ്പോസ്തലൻ എത്ര വ്യക്തമായിട്ട്, എത്ര കൃത്യമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു എന്നുള്ള കാര്യം. മനുഷ്യരെ ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി സാത്താൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. പരിപൂർണമായും ബൈബിളിനെതിരെയും ക്രിസ്തുവിനെതിരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും ക്രിസ്ത്യാനിറ്റിക്കെതിരെയും നിലകൊള്ളുന്ന ഒന്നാണത്. ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പേ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ദൈവമല്ലെന്നും ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നൊക്കെയാണ്. ഇടുക്കിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രിൻസ് ജോസഫ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഈ പ്രിൻസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, കൊച്ചായിരിക്കുന്ന സമയത്ത് അവരുടെ ഗ്രാമത്തിലേക്ക് ഒരു മുസ്ലിം ഫാമിലി താമസിക്കാനായിട്ട് വന്നു. അവരുടെ സ്ഥലം വാങ്ങി അവിടെ താമസിക്കുന്നു. ആ കുടുംബത്തിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പോൾ പ്രിൻസ് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് അവനെ ചേർക്കുന്നത്. അതേ പ്രിൻസിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് അവൻ വരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ ഈ പയ്യൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രിൻസ് എന്താ ഇത് തൻ്റെ അടുത്ത് ബെഞ്ച് നീങ്ങിയിരുന്നിട്ട് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ഇതാക്കി. കാരണം പുതുതായിട്ട് വന്ന പയ്യനുമായി കൂട്ടുകൂടാൻ പിള്ളേർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണത്. അപ്പോൾ അങ്ങനെ പിടിച്ച് അടുത്തിരുത്തി. അതൊക്കെ കഴിഞ്ഞ് ഇൻ്റർവെല്ലായി കഴിഞ്ഞപ്പോൾ പ്രിൻസും അവനും തമ്മിൽ പരിചയപ്പെടുകയാണ്, പേരൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പ്രിൻസ് തൻ്റെ പേര് പറഞ്ഞപ്പോൾ, അത് പ്രിൻസിൻ്റെ അതേ പ്രായമുള്ളൂ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. ഞാൻ ചോദിച്ചു നീ ക്രിസ്ത്യാനിയാണോ എന്ന്. അപ്പോൾ പ്രിൻസ് അതേന്ന് പറഞ്ഞു. ഉടനെ അവൻ പറയുകയാണ് യേശു ക്രിസ്തു ദൈവമല്ല, നിൻ്റെ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന്. നിങ്ങൾ ചിന്തിക്കണം, വെറും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, ഒരു 6-7 വയസ്സ് കാണും. ആദ്യമായി കണ്ട ഒരാളോടാണ് ഈ പറയുന്നത്. അപ്പോൾ അവൻ പറയണം അള്ളാഹു മാത്രമാണ് ദൈവം, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പോട്ടേന്ന് വയ്ക്കാം. അവൻ്റെ മതത്തെക്കുറിച്ച് മദ്രസയിൽ പഠിപ്പിച്ചതാണ് അവൻ പറഞ്ഞതെന്ന് വിചാരിച്ചത് ഒഴിവാക്കി വിടാവുന്നതേ ഉള്ളൂ. പക്ഷെ പറഞ്ഞത് അതല്ല, പറഞ്ഞത് യേശു ക്രിസ്തു ദൈവമല്ല എന്നും ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നുമാണ്. കുട്ടിക്കാലത്തെ ബുദ്ധി ഉറയ്ക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ കുഞ്ഞ് തലച്ചോറുകളിലേക്ക് അടിച്ചു കയറ്റുകയാണ് യേശു ക്രിസ്തു ദൈവമല്ല, ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പുസ്തകമല്ല എന്ന്. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. ഇവ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഖുർആനും ഹദീസുകളും അർത്ഥമറിയുന്ന ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കി ഇസ്ലാം തെറ്റാണ്, ഇസ്ലാം സത്യമായ കാര്യമല്ല, ഇത് വെറും ഒരു വ്യാജത്തിന്മേൽ കെട്ടിപ്പൊക്കിയതാണ്, ഇത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും അവൻ ഒരിക്കലും ക്രിസ്തുവിലേക്ക് തിരിയരുത്. മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരേ ഒരു രക്ഷാമാർഗം മാത്രമാണ്. ഗൊൽഗൊഥ മലയുടെ മുകളിൽ ഉയർത്തിയ മരക്കുരിശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപം തൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് 3 ആണികളിൽ തൂങ്ങി മരിച്ച യേശു ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യന് സൗജന്യമായി പാപമോചനം ലഭിക്കാൻ, നിത്യജീവൻ ലഭിക്കാൻ, ആത്മരക്ഷ ലഭിക്കാൻ, ദൈവമക്കളായി മാറാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു വഴി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് യഹൂദ മതപ്രമാണികളുടെയും മഹാപുരോഹിതന്മാരായ അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെയും യോഹന്നാൻ്റെയും അലക്സാണ്ടറുടെയും പിന്നെ മഹാപുരോഹിത വംശത്തിൽപ്പെട്ട മറ്റെല്ലാവരുടെയും മുമ്പാകെ നിന്നുകൊണ്ട് ഇപ്രകാരം ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചത്: വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതെ, രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം അത് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്, മറ്റൊരു നാമമില്ല. ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആത്മരക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാച് ആഗ്രഹിക്കുന്നത് മനുഷ്യർ ഒരിക്കലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കരുതെന്നാണ്. അതിനുവേണ്ടി അവൻ ഉണ്ടാക്കിയിരിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന മതം. ആ മതത്തിനകത്ത് ഈസാ നബി എന്ന പേരിൽ ഒരു ഫേക്ക് യേശുവിനെ അവൻ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. വിശ്വസിച്ചവർക്ക് ആത്മരക്ഷ കൊടുക്കാൻ കഴിയാത്ത, ദൈവമല്ലാത്ത, കുരിശിൽ മരിച്ചിട്ടില്ലാത്ത മറ്റൊരു യേശു. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ഈ വ്യാജത്തിൽ വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് മുസ്ലിങ്ങളെ നരകത്തിലേക്ക് തള്ളാൻ പിശാചിന് കഴിഞ്ഞു. ഇത്രയും വർഷങ്ങൾ കൊണ്ട് അവന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലായാലും, അവനത് മനസ്സിലാക്കിയെടുത്താലും, അവൻ ക്രിസ്തുവിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രമെല്ലാം പിശാച് ചെയ്തു വച്ചിട്ടുണ്ട്. ഇസ്ലാം ഉപേക്ഷിക്കുന്ന ഒരു മുസ്ലിം അവൻ നിരീശ്വരവാദിയായി പോയാലും പിശാചിന് കുഴപ്പമില്ല. കാരണം അവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല, അവൻ അപ്പോഴും നരകത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ പിശാചിന് അതിൽ ഒരു കുഴപ്പമില്ല. ആത്മരക്ഷവും പ്രാപിക്കാതെ നരകത്തിലേക്ക് പോട്ടെ എന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്
മുസ്ലിങ്ങളുടെയൊക്കെ മനസ്സിൽ കുട്ടിക്കാലത്തെ തന്നെ യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള കാര്യം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാത്ത പുസ്തകമാണ്, അത് തിരുത്തപ്പെട്ടതാണെന്നുള്ള ചിന്ത അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കണം. ഇത്ര തന്ത്രപൂർവം പിശാചു ഒരുക്കിയിരിക്കുന്ന ഈ കെണിയെക്കുറിച്ച് ആഗോള കത്തോലിക്ക സഭയ്ക്ക് പോലും ശരിയായ ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് നമ്മുടെ സഹോദര മതമാണ് ഇസ്ലാം, അബ്രഹാമ്യ പാരമ്പര്യം പിന്തുടരുന്നവരാണെന്നൊക്കെ വത്തിക്കാൻ പറയുന്നത്. എന്നാൽ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് പിശാച് ഒരുക്കിയിരിക്കുന്ന ഈ കെണിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമുമായി ഒരു ബന്ധവും ക്രിസ്ത്യാനിറ്റിക്ക് ഇല്ല എന്ന് പറഞ്ഞ് KCBC രംഗത്ത് വന്നത്. ഇസ്ലാമിലെ അള്ളാഹുവും ബൈബിളിലെ ദൈവവും ഒരാളല്ല, ഇസ്ലാമിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് KCBC വീഡിയോകൾ ചെയ്തപ്പോൾ പിശാചിന് ഇരിക്കപ്പുറതി ഇല്ലാതായി. ഇത്രയും കാലം മറ്റൊരു യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളോടൊപ്പം അവൻ കത്തോലിക്കരെയും വഞ്ചിക്കുകയായിരുന്നല്ലോ. കത്തോലിക്കരെ മാത്രമല്ല ഒരുമാതിരി ക്രിസ്ത്യാനികളെയും ഇവൻ വഞ്ചിക്കുകയായിരുന്നു. ഇപ്പം ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എന്നോട് ഞങ്ങളുടെ സഭയിൽ തന്നെയുള്ള പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ആരാധിക്കുന്നത് ഒരേ ദൈവത്തെ തന്നെയാണെന്ന്. ഞാനും അന്നത് വിശ്വസിച്ചിരുന്നു. പിന്നീട് ഇസ്ലാം ആഴത്തിൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതങ്ങനെയല്ല, അതിൻ്റെ പുറകിലുള്ളത് പിശാചാണെന്ന്. അപ്പോൾ ഇത്രയും നാൾ അവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ KCBC ഇങ്ങനെയുള്ള വീഡിയോകളുമായി രംഗത്ത് വന്നപ്പോൾ അവന് മനസ്സിലായി ആ വഞ്ചന ഇനിയും തുടരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ 2 ഇമാമുമാരോടൊപ്പം വിൻസെൻ്റ് കുണ്ടുകുളത്തെയും തോമസ് തറയിലിനെയും സെബാസ്റ്റ്യൻ പൈനാടത്തിനെയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഈ സംയുക്ത പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സത്യം അറിയാത്ത കത്തോലിക്കരെ ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കാൻ ഇനിയെങ്കിലും അവസരം കിട്ടിയാലോ എന്നാണ് അവൻ്റെ ചിന്ത. അതിനുവേണ്ടിയാണ് ഇവരൊക്കെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ പിശാചിൻ്റെ ആ തന്ത്രത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് ഈ സംയുക്ത പ്രസ്താവനയിലൂടെ വിൻസെൻ്റ് കുണ്ടുകുളവും തോമസ് തറയിലും സെബാസ്റ്റ്യൻ പൈനാടത്തുമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിങ്ങനെ തുടരാൻ പാടുള്ളതല്ല. ഇത്രയും നാളവൻ നമ്മളെ വഞ്ചിച്ചു, ക്രൈസ്തവരെയൊക്കെ വഞ്ചിച്ചു. പക്ഷേ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി നമ്മൾ കൃത്യമായ നിലപാടെടുക്കണം. അത് മുസ്ലിങ്ങളോടുള്ള എതിർപ്പല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. മുസ്ലിങ്ങളോട് നമുക്ക് എതിർപ്പൊന്നുമില്ല, അവരോട് അതിൻ്റെ ആവശ്യമില്ല. അവർ ഈ കെണിയിൽ വീണ് പോയവരാണ്. കുട്ടിക്കാലത്ത് തന്നെ അവരുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റി അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വിശ്വസിക്കുകയാണ് യേശുക്രിസ്തു ദൈവമല്ല, ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നൊക്കെ. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ഉണ്ടല്ലോ, അതുമായിട്ട് നമുക്ക് ഒരു ബന്ധവും പാടുള്ളതല്ല. ഏതൊക്കെ നിലയിൽ അതിനെ എതിർക്കാമോ അതിനെ എതിർക്കണം. കാരണം അത് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായി പിശാച് കൊണ്ടുവന്നതാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു കാരണവശാലും. കഴുത്ത് പോകുമെന്ന് വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. എത്രയോ പേർ നാം കണ്ടു IS-ൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ബോക്കോ ഹറാം ആഫ്രിക്കയിൽ, IS മിഡിൽ ഈസ്റ്റിലായിരുന്നു. എത്രയോ ക്രൈസ്തവരെയാണ് കഴുത്ത് കണ്ടിച്ചത്. അവരോട് ആദ്യമേ പറയുന്നത് നിങ്ങൾ മതം മാറിയാൽ നിങ്ങളെ കൊല്ലില്ല എന്നാണ്. നിങ്ങൾ മതം മാറി, നിങ്ങൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റിയെയും ക്രിസ്തുവിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ ഇസ്ലാമാകുക, ഇസ്ലാം സ്വീകരിക്കുക എന്ന് അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് പറ്റില്ല, അത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊലക്കളത്തിലേക്ക് പോയത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, കഴുത്തറക്കുക എന്ന ആ സമയത്ത് പോലും അവർ കരയുന്നില്ല, നിലവിളിക്കുന്നില്ല. കാരണം ആ സമയത്ത് അങ്ങനെയുള്ള ആ രക്തസാക്ഷിയാകാൻ പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആ അപരിമിതമായ കൃപ, ആ കൃപ വരും. തിരുവചനം അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിക്കുമെന്ന്. അവർ ആ സമയത്ത് കാണുന്നത്, സ്തെഫാനോസ് കൊല്ലപ്പെടുന്ന സമയത്ത് കാണുന്നു, സ്വർഗം കാണുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവ തേജസ് കാണുന്നു, യേശുക്രിസ്തു അവിടെ നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇവരുടെ മുമ്പ് കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്ത് അവർ കാണുന്നത് ഇത് തന്നെയാണ്. അത് കാണുമ്പോൾ അവർക്ക് എത്രയും വേഗം ഈ ഭൂമി, ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതവും ഇതെല്ലാം വിട്ട് ദൈവത്തിൻ്റെ അടുക്കലെത്തിയാൽ മതിയെന്ന് തോന്നും. അവർ സന്തോഷത്തോടുകൂടെ കൊല്ലപ്പെടാൻ, കഴുത്തറക്കപ്പെടാൻ അവിടെ ഇരുന്നു കൊടുക്കും, ഒരു കുഴപ്പമില്ല. അത് 1-ാം നൂറ്റാണ്ട് മുതലേ അത് ഉള്ള പാരമ്പര്യമാണ് സഭയുടെ. എന്നാൽ ഇവരുടെ കേസ് അങ്ങനെയല്ല കേട്ടോ. അത് നമ്മൾ കണ്ടല്ലോ, ആ ബാഗ്ദാദിയെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ജീവനും കൊണ്ട് അലറി വിളിച്ച് നിലവിളിച്ച് എന്തോ ഓട്ടമായിരുന്നു, ഓടി അവസാനം പൊട്ടിത്തെറിച്ചു. അതുപോലെ തന്നെ ബില്ലാദിനെ പിടിക്കാൻ വരുന്ന സമയത്ത് ബില്ലാദൻ തൻ്റെ ഭാര്യയെ പിടിച്ച് മുമ്പിൽ നിർത്തി വെടിവെക്കുക. അവർ വെടിവെക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഭാര്യയെ പിടിച്ച് മുമ്പിൽ നിർത്തുകയാണ്. വെടി ഭാര്യയ്ക്ക് കൊള്ളട്ടെ. ജീവിക്കാൻ ഒരു സെക്കൻഡ് ജീവൻ നീട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ്ലാം എന്ന് പറയുന്ന സാധനം അത് ക്രിസ്ത്യാനിറ്റിക്കെതിരായി പിശാചു കൊണ്ടുവന്നതാണ്. ഒരു ക്രിസ്ത്യാനിയും ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടുക്കിയിലുള്ള എൻ്റെ സ്നേഹിതൻ പ്രിൻസ് ജോസഫിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവം. കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ സഭകളും ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു കാര്യമാണത്. കേരളത്തിൽ ഇഷ്ടം പോലെ ക്രൈസ്തവ സഭകളുണ്ട്. ഈ സഭകളിലെല്ലാം സൺഡേ സ്കൂളുകളുമുണ്ട്.
സൺഡേ സ്കൂളുകളിൽ നാം എന്താണ് പഠിപ്പിക്കുന്നത്? ബൈബിളിലെ കാര്യങ്ങളും പിന്നെ ചില സഭകളിൽ സഭാചരിത്രവും പഠിപ്പിക്കും. ഇതല്ലാതെ ക്രിസ്ത്യാനിറ്റിക്കെതിരായി പിശാച് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അവൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ടോ? ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം പോട്ടെ, നാം തന്നെ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളോട് പറയുന്നത് ഇങ്ങനെയാണ്: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. 2 കൊരിന്ത്യർ 2:11 സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയുന്നവരാണല്ലോ എന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയുന്നവരാണല്ലോ നാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ എന്ന് പറഞ്ഞത്? ഇത് ഗ്രീക്ക് സാഹിത്യത്തിലെ ഒരു പ്രയോഗമാണ്. ഗ്രീക്ക് സാഹിത്യത്തിൽ മാത്രമല്ല, ഒരുമാതിരി സാഹിത്യങ്ങളിലും ഇങ്ങനൊരു പ്രയോഗമുണ്ട്. അതായത് അറിയാത്തവരെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് വാക്കാണ്, അറിയുന്നവർ എന്നുള്ളതാണ് പോസിറ്റീവ് വാക്ക്. അതുപോലെ അല്ലല്ലോ എന്നുള്ളതും ഒരു നെഗറ്റീവ് വാക്കാണ്, ആണല്ലോ എന്നുള്ളതാണ് പോസിറ്റീവ് വാക്ക്. നമുക്കറിയാം, നെഗറ്റീവും ചേർന്നാൽ അതെന്താകും? അതൊരു പോസിറ്റീവ് ആകും. ഇതുപോലെ തന്നെയാണ് സാഹിത്യത്തിലും. പോസിറ്റീവായി നിങ്ങൾക്കൊരു വാചകം പറയാം, അങ്ങനെ പറയുന്നതും 2 നെഗറ്റീവ് വാക്കുകൾ ചേർത്തുകൊണ്ട് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ള ആ ഉദ്ദേശമുണ്ടല്ലോ, അതിൻ്റെ ആ ഊന്നൽ, ആ പറയുന്ന കാര്യത്തിനുള്ള ഊന്നൽ, അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയുന്നവരാണല്ലോ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പോസിറ്റീവ് സെൻറ്റൻസാണ്. എന്നാൽ അറിയാത്തവർ, അല്ലല്ലോ എന്നീ 2 നെഗറ്റീവ് വാക്കുകൾ ചേർത്ത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ, അതായത് സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ആ വാചകത്തിൻ്റെ അർത്ഥം നിങ്ങളത് അറിയാവുന്നവരാണല്ലോ എന്നല്ല, നിങ്ങളത് അറിഞ്ഞിരുന്നേ മതിയാകൂ, നിങ്ങൾ ഒരു വിധത്തിലും അത് അറിയാതെ പോകരുത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായോ? കേവലം നിങ്ങൾക്കത് അറിയാമല്ലോ എന്ന് പറഞ്ഞൊഴിയല്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് അറിയണം. നിങ്ങൾ ഒരു വിധത്തിലും ഒരു എക്സ്ക്യൂസും ഇല്ല, അത് അറിയാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല, നിങ്ങളത് അറിഞ്ഞേ പറ്റുകയുള്ളൂ. അത്ര ഉറപ്പിച്ച് പറയുന്ന കാര്യമാണത്. അപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതിരിക്കരുത്. എത്ര കഷ്ടം സഹിച്ചായാലും നിങ്ങൾ അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരുന്നേ പറ്റൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. എന്നാൽ നാം പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ശരിക്കും അറിവുള്ളവരാണോ? ക്രിസ്തുവിനെതിരായി ഇസ്ലാം മതത്തിലൂടെ മറ്റൊരു ക്രിസ്തുവിനെ പിശാച് അവതരിപ്പിച്ചിരിക്കുന്നത് നാം അറിഞ്ഞിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിരുന്നതും നമ്മളോട് പ്രസംഗിക്കാൻ കൽപ്പിച്ചിരിക്കുന്നതുമായ സുവിശേഷത്തിന് ബദലായി മറ്റൊരു സുവിശേഷം പിശാച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നാം അറിഞ്ഞിട്ടുണ്ടോ? നാം അത് അറിയാതിരിക്കെ നമുക്കെങ്ങനെയാണ് പിശാചിൻ്റെ ഈ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ പ്രവൃത്തി മൂലം പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് എങ്ങനെയാണ് ഇളക്കം തട്ടിയത്, യേശു ക്രിസ്തുവിനും ദൈവത്തിനുമെതിരായി പിശാച് എന്താണ് ചെയ്തത്, മുഹമ്മദ് എന്ന വ്യക്തി ആരാണ്, മുഹമ്മദിൻ്റെ ധാർമ്മികത അത് എങ്ങനെയുള്ളതാണ്, അള്ളാഹു എന്നറിയപ്പെടുന്ന ഇസ്ലാമിലെ ദൈവസങ്കല്പം ബൈബിളിലുള്ള സത്യദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് വിഭിന്നനായിരിക്കുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിച്ചേ പറ്റൂ. അത് മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കള്ളം പറഞ്ഞ് വഞ്ചിച്ച് മതം മാറ്റാൻ വരുന്ന ദാവാക്കാരുടെ കെണിയിൽ അവർ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു മരിച്ചിട്ടില്ല, ബൈബിൾ തിരുത്തപ്പെട്ടതാണ്, അള്ളാഹു മാത്രമാണ് ഏകദൈവം, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് ദാവാക്കാർ നമ്മുടെ കുഞ്ഞുങ്ങളെ വലയിലാക്കാൻ വരുമ്പോൾ യേശുക്രിസ്തു സാക്ഷാൽ സത്യദൈവവും നിത്യജീവനുമാണെന്നും യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇതിലൂടെയാണ് ദൈവം മനുഷ്യവർഗത്തിന് പാപമോചനത്തിൻ്റെ രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നതെന്നും ഖുർആൻ പലരും പലവട്ടം തിരുത്തിയതുപോലെ തിരുത്തപ്പെട്ട പുസ്തകമല്ല ദൈവത്തിൻ്റെ വചനമായ ബൈബിളെന്നും അള്ളാഹു ഏകദൈവമല്ല, ഒറ്റയാൻ ദൈവമാണ്, കൂട്ടുകാരി ഇല്ലാത്തത് കൊണ്ടൊരു സന്തതിയെ ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവനാണ് അള്ളാഹു എന്നും മുഹമ്മദിനൊരു പ്രവാചകന് വേണ്ട യോഗ്യതകൾ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം സധൈര്യം ദാവാക്കാരുടെ മുഖത്ത് നോക്കി തിരിച്ചു പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഈ വിഷയങ്ങൾ പഠിപ്പിച്ചേ മതിയാകൂ.
ഓരോ സഭയിലുമുള്ള കുഞ്ഞുങ്ങൾ ഇതൊക്കെ പഠിച്ചു വളർന്നാൽ, ആ സഭകളുടെ നേതൃത്വത്തിൽപ്പെട്ട ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ടോ സ്വാർത്ഥ ലാഭം കൊണ്ടോ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്താൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോവുകയില്ല. അതുകൊണ്ട് എല്ലാ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരും അവരവരുടെ സൺഡേ സ്കൂൾ സിലബസിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ നിർവാഹമില്ല. സൺഡേ സ്കൂൾ സിലബസിൽ ഇനി മുതലെങ്കിലും അപ്പോളജറ്റിക്സ് ഉൾപ്പെടുത്തിയേ തീരൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. നിങ്ങളുടെ കൈവശം കിട്ടുന്ന എത്ര സമയമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കുറച്ച് സമയമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈവശം ഇരിക്കുന്നത്. സത്യത്തിൽ അവർ രാവിലെ എഴുന്നേറ്റിട്ട് ട്യൂഷൻ അതൊന്നും പറഞ്ഞ് പോവുകയാണ്. കുറച്ച് സമയം നമ്മുടെ ഒപ്പം ഇരിക്കും. രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അവർ ട്യൂഷന് പോകുന്നു. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു. സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ, പിന്നെ തിരിച്ചു വരുന്നു, വീട്ടിൽ വരുന്നു, കുറച്ച് നേരം നമ്മോടൊപ്പം ഇരിക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു. നിങ്ങളൊരു ദിവസത്തെ ഇത് നോക്കി 24 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ചുരുക്കം ചില മണിക്കൂർ 3, 3.5 അല്ലെങ്കിൽ 4 മണിക്കൂർ എങ്ങനെയൊക്കെ പിള്ളേർ നമ്മോടൊപ്പം ശരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ 6 മണിക്കൂർ കൂട്ടും, അത്രയേ ഉള്ളൂ. അതായത് 1/4 സമയം, കാൽഭാഗം ഒരു ദിവസത്തിൻ്റെ. ബാക്കി 18 മണിക്കൂർ ഉറക്കത്തിന് പോകുന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം നമ്മൾ നോക്കിയാൽ ഒരു 12 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും അവരിടപെടുന്നത് മറ്റാൾക്കാരുമായിട്ടാണ്. അതിനകത്ത് നിരീശ്വരവാദികൾ കാണും, പിന്നെ ഇതുപോലെയുള്ള ദാവാക്കാർ, ഇങ്ങനെയുള്ളവർ കാണും, പല വിധത്തിലുള്ള ആൾക്കാർ കാണും. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തെറ്റാണെന്ന് പറയാൻ അവരിലേക്ക് അങ്ങനെയുള്ള ഇൻഫോർമേഷൻ അത് കിട്ടാൻ അനേക സാധ്യതകളാണുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളത് ആ ഒരു സ്ഥിതി വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായ ഉറപ്പുണ്ടാകണം, ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത് അപ്പോളജറ്റിക്സ് ഉൾപ്പെടുത്തിയേ പറ്റൂ സൺഡേ സ്കൂൾ സിലബസുകളിൽ. അപ്പോളജറ്റിക്സ് വേണം. അത് ഇസ്ലാം അപ്പോളജറ്റിക്സ് മാത്രമല്ല, ബൈബിളിനെതിരായി, ക്രിസ്ത്യാനിറ്റിക്കെതിരായി, യേശുക്രിസ്തുവിനെതിരായി ഏതൊക്കെ ഐഡിയോളജികളാണോ ഉള്ളത്, ഏതൊക്കെ ഫിലോസഫികളാണോ ഉള്ളത്, അതിനെല്ലാം മറുപടി പറയത്തക്ക വിധത്തിലുള്ള ഒരു സിലബസ്, അങ്ങനെയുള്ള അപ്പോളജറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് നമ്മുടെ സൺഡേ സ്കൂളുകളിൽ ഉണ്ടായേ പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. യേശുക്രിസ്തു ദൈവമല്ലെന്നും ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകർക്ക് ക്രിസ്ത്യാനികളുടെ കൂടി നികുതി പണത്തിൽ നിന്നും എടുത്ത് ശമ്പളം കൊടുക്കുന്ന സർക്കാർ സംവിധാനമാണ് നമുക്കുള്ളത്. അത്ര സംഘടിതമായ രീതിയിലാണ് പിശാച് കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ ഇനിയും ഇതൊക്കെ കണ്ട് കണ്ണുമടച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും സത്യം എന്താണെന്ന് ചെറുപ്പത്തിലെ പഠിപ്പിക്കാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത തലമുറയോട് എന്ത് ഉത്തരവാദിത്തമാണ് നാം നിർവഹിക്കുന്നത്? ഇതെല്ലാ ക്രൈസ്തവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലാ ക്രിസ്ത്യാനികളും സ്വയം ചോദിക്കണം. അടുത്ത തലമുറയോടൊരു ഉത്തരവാദിത്തം അല്പമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഗൗരവപൂർവ്വം തന്നെ നിങ്ങൾ പരിഗണിച്ചാൽ പോരാ, അത് അപ്ലൈ ചെയ്യുകയും വേണം. ഇനി സഭയായിട്ട് ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ തീരുമാനിക്കുന്നില്ല, സഭയിൽ ഇപ്പോൾ സൺഡേ സ്കൂൾ സിലബസിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ അങ്ങനെ പോട്ടെ നോക്കി. പക്ഷേ വ്യക്തിപരമായി നിങ്ങൾ ഓരോരുത്തരും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും അതിന് മറുപടി കണ്ടെത്തുകയുമാണ്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ റിസോഴ്സ് നിങ്ങൾക്കുണ്ട്, നെറ്റിലൊക്കെ നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് നിരീശ്വരവാദികളായിരിക്കുന്നവർ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ സംഗതികൾ വരുന്നു ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട്, സുവിശേഷത്തിനെതിരായിട്ട് വരുന്നു, അതിനൊക്കെയുള്ള മറുപടികൾ നമുക്ക് ഇഷ്ടം പോലെ. നിങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമൊക്കെയാണ് ഇത് അധികം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊന്നുമല്ല. മലയാളം അറിയാവുന്ന മതി. മലയാളം നിങ്ങൾ യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് കാണാം ഇതിനെതിരായിട്ട്. ഒന്നുകിൽ സഭയായിട്ട് തന്നെ ഇത് ചെയ്യണം. എല്ലാ സഭകളും സഭാ നേതാക്കന്മാർ ഇത് തീരുമാനിക്കേണ്ടതാണ്. ഇനി അതിനുള്ള ധൈര്യമൊന്നും സഭാ നേതാക്കന്മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വളരുന്ന നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആ ഉത്തരവാദിത്വ ബോധത്തിൻ്റെ പുറത്ത് ഓരോ ക്രൈസ്തവ മാതാപിതാക്കളും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ 3 അച്ഛന്മാർ ചേർന്ന് നടത്തിയ ഈ സംയുക്ത പ്രസ്താവനയെക്കുറിച്ച് ഫോൺ വിളിച്ച് അന്വേഷിച്ചവരോട് അവർ പറഞ്ഞൊരു മറുപടി മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ്. അങ്ങനെ ഒരു ന്യായം അവർ പറഞ്ഞത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫോൺ കോളുകൾ, ലീക്കായ ഫോൺ കോളുകളിൽ നമ്മളത് കേട്ടതാണ്. മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന്. ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തന്നെ ഒരു കോമഡിയാണ് സത്യം പറഞ്ഞാൽ. കാരണം മതങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹൃദം ഉണ്ടാകില്ല. അതിനകത്തുള്ള മനുഷ്യർ തമ്മിലേ സൗഹൃദം ഉണ്ടാകും. മതം എന്ന് പറയുന്നൊരു ഐഡിയോളജിയാണ്. ഐഡിയോളജികൾ തമ്മിൽ എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാവുക? അപ്പോൾ മതസൗഹാർദ്ദം എന്നല്ല, മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പിന്നെ അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കേരളത്തിൽ മതവിശ്വാസികളായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രമല്ലല്ലോ ഉള്ളത്, ഹിന്ദുക്കളും ഇല്ലേ? അവരുമായി ക്രിസ്ത്യാനികൾക്ക് സൗഹൃദമൊന്നും വേണ്ടേ? അപ്പോൾ അവരെന്താ ഈ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടുത്താതിരുന്നത്?
അപ്പോൾ സംഗതി വേറെയാണ്. ഈ നിയമസഭാ ഇലക്ഷനിൽ ക്രിസ്ത്യൻ വോട്ടുകൾ മുസ്ലിം സ്ഥാനാർത്ഥികൾക്കും മുസ്ലിങ്ങളെ അനർഹമായ രീതിയിൽ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾക്കും കിട്ടുകയില്ലെന്നുള്ള കാര്യം മുസ്ലിം നേതാക്കന്മാർക്ക് മനസ്സിലായി. ആ തിരിച്ചറിവ് വന്നപ്പോൾ ലീഗ് നേതാക്കന്മാർ, മുസ്ലിം ലീഗ് നേതാക്കന്മാർ കേക്കും കൊണ്ട് അരമനകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച ഫലം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇലക്ഷന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി അല്പമെങ്കിലും ഡാമേജ് കുറയ്ക്കാൻ നോക്കാമെന്ന് മുസ്ലിങ്ങൾ തീരുമാനിച്ചതും ഇങ്ങനെയൊരു സംയുക്ത പ്രസ്താവന ഇറക്കിയതും. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ഇവരിങ്ങനെ ഒരു സംയുക്ത പ്രസ്താവനയുമായി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര വിശദമായി ഞങ്ങളിങ്ങനെ വീഡിയോ പരമ്പര ചെയ്യുമായിരുന്നില്ല. ഈ വീഡിയോയിൽ ആ സംയുക്ത പ്രസ്താവനയുടെ തലക്കെട്ട് മാത്രമേ നമ്മൾ പരിശോധന വിധേയമാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ ആ സംയുക്ത പ്രസ്താവനയിലെ ഓരോ വരികളും ഞങ്ങൾ വിശകലന വിധേയമാക്കുന്നുണ്ട്. പിന്നെ സംയുക്ത പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടി ഇമാം ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയും ഇമാം MP ഫൈസി അസ്ഹരിയും ഇറക്കിയിരിക്കുന്ന വീഡിയോയ്ക്കുള്ള മറുപടിയും ഞങ്ങൾ ഇതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ മുസ്ലിം നേതാക്കന്മാർക്ക് മനസ്സിലാകും വീടിൻ്റെ മൂലയിലിരുന്ന കോടാലി എടുത്ത് ഞങ്ങൾ കാലിലിടുകയാണല്ലോ ചെയ്തതെന്ന്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയാതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് MM അക്ബർ അതിബുദ്ധി കാണിച്ചുകൊണ്ട് മറ്റ് മതങ്ങളെ അവഹേളിച്ചും താറടിച്ചും നിന്ദിച്ചും അപമാനിച്ചും സ്നേഹസംവാദം എന്ന ഉഡായിപ്പുമായിട്ട് വരുന്നത്. അക്ബറിൻ്റെ ആ പരിപാടി കൊണ്ട് മുസ്ലിങ്ങൾക്ക് താൽക്കാലിക ലാഭം ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ബൈബിൾ എന്തെന്നറിയാത്ത കുറേ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളാക്കാൻ ആ പരിപാടി കൊണ്ട് MM അക്ബറിനും ടീമിനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് മുസ്ലിങ്ങളെല്ലാം ഇതിനെതിരെ ഒന്നും പറയാൻ നിന്നില്ല. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആഹാ കൊള്ളാം, ലാഭമുള്ള പരിപാടിയാണ്. അക്ബറുമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ അവർക്കൊരു എതിർപ്പുമില്ല. കാരണം ഇസ്ലാമിലേക്ക് ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് കരുതി എല്ലാവരും മനസ്സുകൊണ്ട് അക്ബറിനെ പിന്തുണച്ചു. എന്ന് മാത്രമല്ല അപൂർവം ചില സുന്നികളും അക്ബറിൻ്റെ ചൂട് പിടിച്ചൊക്കെ രംഗത്ത് വരികയുണ്ടായി. പക്ഷെ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് MM അക്ബറിൻ്റെ സ്നേഹസംവാദം പരിപാടി കേരളത്തിൽ ഇസ്ലാമിനുണ്ടാക്കിയ ഡാമേജ് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്രിസ്ത്യാനികൾ ഖുർആനും ഹദീസുകളും പഠിച്ച് അക്ബറിനും കൂട്ടർക്കും മറുപടി പറയാൻ തുടങ്ങിയതോടെ മുസ്ലിങ്ങളായ പല ക്രിസ്ത്യാനികളും മടങ്ങി വന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന പലരും സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു. ഇനി ക്രിസ്ത്യാനികളാകാത്ത മുസ്ലിങ്ങൾ നിരീശ്വരവാദികളായി മാറുന്നുമുണ്ട്. ഇനി കുറേ എണ്ണം നിരീശ്വരവാദികളായി എന്നുള്ള അവരുടെ ഈ ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലായി ഞങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുകയാണ്, ഒന്നുകിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ നിരീശ്വരവാദി അല്ലെങ്കിൽ ഹിന്ദു എന്തെങ്കിലും ആകട്ടെ, അങ്ങനെ പോകാതെ അതിനകത്ത് തന്നെ മുർത്തദ്ദുകളായിട്ട് നിൽക്കുന്നുമുണ്ട്. മനസ്സുകൊണ്ട് മുർത്തദ്ദുകളായിട്ട് ഇത് മതപരിത്യാഗികളായിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ധൈര്യം ഇല്ലാത്തതുകൊണ്ട് വെളിപ്പെടുത്തുന്നുമില്ല. സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ നിരീശ്വരവാദത്തിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ പോകുന്നത് കാണുന്ന പല ഇസ്ലാമിക പണ്ഡിതന്മാരും ഇപ്പോൾ തലയിൽ കൈ വെച്ചുകൊണ്ട് അക്ബറിനെ പ്രായിക്കൊണ്ടിരിക്കുകയാണ്. ആ ബലാല് കാരണമല്ല ഇതൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഹലാൽ രജിസ്ട്രേഷൻ. കേരളത്തിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ചില മുസ്ലിങ്ങൾക്ക് അതിബുദ്ധി തോന്നി കച്ചവടത്തിൽ മതം കലർത്താൻ തീരുമാനിച്ചത്. തുടക്കത്തിൽ അതിൻ്റെ മെച്ചം മുസ്ലിം കച്ചവടക്കാർക്കുണ്ടായി. പക്ഷെ മറ്റു മതക്കാർക്ക് കാര്യം മനസ്സിലായപ്പോൾ അവർ ഹലാൽ സ്റ്റിക്കറുള്ള സാധനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം കച്ചവടക്കാരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പോലും ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രവണത ഇനി കൂടിക്കൂടി വരികയേ ഉള്ളൂ. ആത്യന്തികമായി പാവപ്പെട്ട മുസ്ലിം കച്ചവടക്കാരുടെ ജീവിതോപാധിയെ ഇത് ബാധിക്കും. ലുലുമാൾ പോലെയൊക്കെയുള്ള യൂസഫ് അലിയെ പോലെയൊക്കെയുള്ള വമ്പന്മാർക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കച്ചവടം ചെയ്തുകൊണ്ട് നടക്കുന്ന സാധാരണ ആൾക്കാരുണ്ടല്ലോ, ഇടത്തരം ജീവിതമായിട്ട് പോകുന്നത്, അവരുടെ കച്ചവടങ്ങളെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇനി നോക്കിക്കോ, ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ലവ് ജിഹാദും. പ്രേമിക്കുന്നതും മതം കെട്ടുന്നതും മതം മാറുന്നതൊക്കെ സാധാരണ സംഭവമായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ. പ്രേമം അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, കാണുമ്പോൾ ഉണ്ടാകുന്നത്. മതം നോക്കിയിട്ടൊന്നുമല്ല, ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല, അതൊക്കെ വരുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയാണ്. മുസ്ലിം പെൺകുട്ടികളെ ഒഴിവാക്കി അമുസ്ലിം പെൺകുട്ടികളെ മാത്രം പ്രേമിക്കുന്നു, അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് പ്രേമിച്ചവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നു, മതം മാറിക്കഴിയുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അവളെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കുന്നു, അല്ലെങ്കിൽ അവളെ കാണിച്ച് വേറെ ഒരു അമുസ്ലിം ചെറുപ്പക്കാരനെ മതം മാറ്റി ഇസ്ലാമാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയായിട്ട് തുടക്കത്തിൽ ഇത് ഇവർക്ക് വളരെ മെച്ചമായിരുന്നു. കുറേ പേരെ ഇവർക്ക് കിട്ടിയത് സത്യമാണത്. പക്ഷെ ഇപ്പോൾ എന്തുണ്ടായി? ഇപ്പോൾ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആളുകൾ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ആൾക്കാർ ശക്തമായിട്ട് എതിർക്കുക മാത്രമല്ല, തങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാനും തുടങ്ങി മുസ്ലിങ്ങളുമായിട്ട് അധികം കൂട്ടുവേണ്ട എന്ന്. പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ
ഹോസ്റ്റലിൽ റൂംമേറ്റ് ആരാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് മാറാനും വരെ പറയുന്നുണ്ട്. ആ വിധത്തിലെത്തി കാര്യങ്ങൾ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു മണ്ടത്തരമാണ് ഇപ്പോൾ ഇവർ ഈ കാണിച്ചിരിക്കുന്നത്. സംയുക്ത പ്രസ്താവന കുണ്ടുകുളം ടീമുമായി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഈ സംയുക്ത പ്രസ്താവനയുടെ അവസ്ഥ ഇത് തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ 10 വോട്ട് എങ്ങനെയെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥികളുടെ പെട്ടിയിൽ വീഴണം എന്ന ഗൂഢലക്ഷ്യത്തോടെ വളരെ ധൃതിപ്പെട്ട് ഇലക്ഷന് മുമ്പ് ഒരു സംയുക്ത പ്രസ്താവന ഇവന്മാരിറക്കി. പക്ഷെ സംഗതി പതിവ് പോലെ തിരിച്ചടിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വീഡിയോ ഇറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞങ്ങൾ റിസർച്ച് നടത്തും. കിട്ടാവുന്ന തെളിവുകളെല്ലാം ശേഖരിക്കും. ആ വിഷയത്തിലുള്ള ഞങ്ങളുടെ വീഡിയോ പരമ്പര അവസാനിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അല്പമെങ്കിലും വകതിരിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെയുള്ള കുരുട്ടുബുദ്ധികൾ പുറത്തെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ വരും പോകും, വീണ്ടും വരും, വീണ്ടും പോകും. പക്ഷെ ഞങ്ങളുടെ വീഡിയോകളിലൂടെ ഇസ്ലാമിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന സത്യങ്ങൾ ആളുകളുടെ മനസ്സിൽ തന്നെ കിടക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ആ ഓർമ്മയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഉഡായിപ്പുമായി വരില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ തൽക്കാലം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വിൻസെൻ്റ് കുണ്ടുകുളവും സെബാസ്റ്റ്യൻ പൈനേടത്തും തോമസ് തറയിലും 2 ഇമാമുകളോടൊപ്പം ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയുടെ തലക്കെട്ട് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധന വിധേയമാക്കിയിട്ടുള്ളൂ. ഒരു ക്രിസ്ത്യാനിക്ക് ഇസ്ലാമുമായി സൗഹൃദം സ്ഥാപിക്കാൻ ബൈബിൾ അനുസരിച്ചായാലും ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചായാലും സാധിക്കുകയില്ല എന്നാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ സ്ഥാപിച്ചത്. ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ സംയുക്ത പ്രസ്താവനയുടെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് അതിനെ പരിശോധനാ വിധേയമാക്കാൻ തുടങ്ങാം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മളേവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിനായി